വലൗ സല്ലാഹാ അൽഫ മറ, ഒരു വക്ത് നഷ്ടപ്പെട്ടവൻ 1000 വട്ടം നമസ്കരിച്ചാലും ശരി. ഇപ്പൊ ഒരു സുബഹിന് കിടന്നുറങ്ങി, മനഃപൂർവ്വം ഉറങ്ങാൻ, എഴുന്നേൽക്കാനുള്ള ചിന്തോനില്ല, അലാം വെച്ചിട്ടില്ല, അല്ല അങ്ങനെ ഉണരാറില്ല, ഞാൻ ഉറങ്ങിപ്പോയി എന്നും പറയും, അങ്ങനെ ഉറങ്ങാൻ. അപ്പൊ എന്താ ഉറങ്ങിപ്പോയതാണ്, ഓൻ ഒരു ഉതിറുമില്ല, അവൻ മനഃപൂർവ്വം ഉറങ്ങിയതാണ്. എന്നിട്ട് സുബഹിന്റെ സമയം കഴിഞ്ഞ് നിസ്കരിക്കുക. ഒരു സുബഹിന് പകരം 1000 വട്ടം നമസ്കരിച്ചാലും അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ? അത് അദ്ദേഹം തന്നെ മറ്റു പല പണ്ഡിതന്മാരെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്താ? അതിന്റെ സമയം കഴിഞ്ഞു പോയി. ഖുർആനിൽ എന്താ പറയുക? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ മേൽ കിതാബൻ നിർബന്ധമാക്കപ്പെട്ട കാര്യമാകുന്നു, മൗഖൂതൻ സമയം നിശ്ചയിച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹു 5 വക്ത് എന്ന സമയം 5 സമയങ്ങൾ നിശ്ചയിച്ച നിർബന്ധ നമസ്കാരമാണ്. സമയം നിശ്ചയിക്കപ്പെട്ട നമസ്കാരം സമയത്തിനുള്ളിൽ നമസ്കരിക്കണം. സമയം തെറ്റി നമസ്കരിച്ചാൽ സമയം കഴിഞ്ഞു, പിന്നെ അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോ ഈ ആയത്ത് മാത്രമല്ല, നമസ്കാരത്തിന്റെ സമയം വിശദീകരിക്കുന്ന വേറെയും ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ശൈഖ് ഉത്തൈമീൻ പറയാൻ, ഒരാൾ നമസ്കാരം സമയമാകുന്നതിന്റെ മുമ്പ് നമസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടാത്തതുപോലെ തന്നെ നമസ്കാരം സമയം കഴിഞ്ഞ് നമസ്കരിച്ചാലും ലൻ തുഖ്ബല മിൻഹു, അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞതിന്റെ അപ്പുറത്താ നിസ്കരിച്ചത്, അല്ലെങ്കിൽ ഇപ്പുറത്താ നിസ്കരിച്ചത്. ഇപ്പൊ സമയം കഴിഞ്ഞാലും നിസ്കരിക്കാം, ഖലാ ആക്കാം എന്ന് വാദമുള്ള ആളുകൾ എന്ത് അംഗീകരിക്കൂല? സുബൈന്റെ വാങ്ക് കൊടുക്കപ്പെടുത്താൻ സുബൈ സ്കരിച്ചാലോ സ്വീകരിക്കോ? ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ സമയം കഴിഞ്ഞ് നിസ്കരിച്ചാലോ അത് സ്വീകരിക്കപ്പെടുമെന്ന് പറയുന്നു. അതിനെന്താ മാനദണ്ഡം? എന്താ തെളിവ്? അപ്പുറത്തുള്ളത് സമയത്തിന്റെ മുമ്പ് നമസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ലെങ്കിൽ, ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരു തന്നെ പോകണം, അയാൾക്ക് അപ്പോഴേ സമയമുള്ളൂ, ബാങ്ക് കൊടുത്ത സമയമല്ല, അപ്പൊ അയാൾ ബാങ്ക് കൊടുക്കാൻ കുറച്ചു മുമ്പ് നിസ്കരിച്ചു, ളുഹ്ർ സ്വീകരിക്കോ? ഇല്ല. അതുപോലെ തന്നെയാണ് സമയം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉദിർ ഇല്ലെങ്കിൽ അയാളുടെ നമസ്കാരം അയാൾ 1000 വട്ടം നമസ്കരിച്ചാലും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ തന്നെ നമസ്കരിക്കേണ്ടതാകുന്നു. അപ്പൊ അതിന്റെ ഗൗരവം ഇപ്പറഞ്ഞതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് സാധാരണ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ അങ്ങനെ നമസ്കരിച്ചാൽ മതി എങ്കിലും സ്വീകരിക്കപ്പെടും എന്ന ധാരണയനുസരിച്ച് നമസ്കരിക്കുന്നവരാണ്. അങ്ങനെ ഖലാ ആക്കുക എന്ന് പറയുന്ന ഏർപ്പാടില്ല. ഉറങ്ങിപ്പോയാൽ ഉണരുമ്പോൾ നമസ്കരിക്കണം, മറന്നുപോയാൽ ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കണം. ഈ 2 കാര്യവും നബിക്കും സംഭവിച്ചിട്ടുണ്ട്, സഹാബത്തിനും സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരാണ്. നബിയും സമയം തെറ്റിപ്പോയിട്ടുണ്ട്, സഹാബത്തിനും തെറ്റിയിട്ടുണ്ട്. യുദ്ധത്തിൽ ഒരു യാത്രയിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് സുബഹി നിസ്കാരവും സമയം തെറ്റി നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ നബിക്ക് പോലും സംഭവിച്ച കാര്യമാണ്, അത് ഒരാളുടെ കുറ്റമല്ല അങ്ങനെ സംഭവിച്ചു പോയാൽ. എന്നാൽ മനഃപൂർവ്വം സമയത്ത് നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാത്രക്കാരനോ രോഗിയോ അല്ലെങ്കിൽ ജമ്മോ കസ്ര ആക്കാനുള്ള ന്യായങ്ങളോ ഇല്ലാതെ ഒരാൾ അങ്ങനെ ചെയ്താൽ അയാൾ നമസ്കാരം ബാത്തിലാകുന്നു.